ശരണ്യ സ്റ്റേഷനിലേക്ക് വീണ്ടും പോവുകയാണ്. ശരണ്യ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കരുവാറ്റയിലെ കൊലപാതക കേസിലേക്കായിരുന്നു. അവിടെയും നമ്മൾ ന്യൂസ് 18 കഴിഞ്ഞ വർഷമാണ് 2025 ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയധികം ലഹരി നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കുന്നുണ്ട്. കുട്ടികളെ ഈ ലഹരി മൂലമാണ് അവർ പലപ്പോഴും അക്രമത്തിലേക്ക് മാറുന്നത്, കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഉറ്റവരെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് മനസ്സ് വൈകൃതമാകുന്നത്. ഈ കേസിൽ, ഈ കരുവാറ്റയിലെ കൊലപാതകത്തിലും ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടോ പോലീസ്? ആ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? ടോമെ, ഈ സംഭവത്തിനകത്ത് നമുക്കറിയാം, നേരത്തെ നമ്മൾ ന്യൂസ് 18 ഡ്രഗ് അവയർനെസിന്റെ ക്യാമ്പയിൻ നമ്മളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം ഈ വിഷയത്തിനകത്ത് അർഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊലപ്പെടുത്താനായി ആൺ സുഹൃത്തുമായി ചേർന്ന് പദ്ധതിയിടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് എങ്ങനെയെന്നുള്ളത് അതും അവർ ലക്ഷ്യം വെച്ചിരുന്നത് ആ പെൺകുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങുക, അതോടൊപ്പം തന്നെ ആൺ സുഹൃത്തിനൊരു ബൈക്ക്. ഇതിനു വേണ്ടിയാണ് ഏറ്റവും അടുത്ത സ്വന്തം ബന്ധുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൽ ആ പദ്ധതിക്ക് മുഴുവൻ ആസൂത്രണത്തിനും മുന്നിൽ നിന്ന് കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്തത് ഈ 13 വയസ്സുകാരി ആയിരുന്നു എന്നുള്ളതാണ്. വീട്ടിലുള്ള അടുത്ത ബന്ധുക്കൾ പോയ സമയം നോക്കി ഈ ഒരു പദ്ധതി തയ്യാറാക്കി ആൺ സുഹൃത്തിനോടും ആ കൗമാരക്കാരനോടൊപ്പം ഉണ്ടായിരുന്ന 2 മറ്റു സുഹൃത്തുക്കളും കൂടെ ചേർന്നാണ് അവർ വീട്ടിലെത്തി ഈ 3 കുട്ടികളെന്ന് തന്നെ അവരെ പറയണം, 16-17 വയസ്സുള്ളവരാണ്. അവര് ഈ കൊലപാതകം നടത്തി തിരികെ പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവത്തിനകത്ത് നമുക്ക് 13 വയസ്സുകാരി അല്ലെങ്കിൽ ഈ 16-17 വയസ്സുള്ളവർ ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു സംശയത്തിലേക്ക് വരുമ്പോൾ അവിടെ ലഹരി ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ് ഈ പിടിക്കപ്പെട്ട 3 കൗമാരക്കാരായ കുട്ടികളും എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇവര് ലഹരി ഉപയോഗത്തിന് അടിപ്പെട്ടവരാണ്, അവർക്ക് ലഹരി ഉപയോഗം ഉണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടി അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഒപ്പം കഞ്ചാവും മദ്യപാനവും അടക്കമുള്ളവ ഈ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അയൽവാസിയിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭിച്ചിരുന്നു. കാരണം വീട്ടിൽ ആളുകളില്ലാത്ത സമയത്ത് ഇത്തരത്തിലൊരു കൂടിച്ചേരലുകൾ അവിടെ ഉണ്ട് എന്ന് അയൽവാസിയും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പിടിക്കപ്പെട്ട കുട്ടികൾ 4 പേരും, അതായത് 3 ആൺകുട്ടികളും ആ പെൺകുട്ടിയും ലഹരി ഉപയോഗിക്കുന്നവരാണ്. അവർ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉപയോഗമുണ്ട് എന്നുള്ള വിവരത്തെ സംബന്ധിച്ച സൂചനകൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുമ്പോഴാണ് എത്രമാത്രം ആപത്ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഏറ്റവും അടുത്ത ബന്ധുവിന് വേണ്ടിയാണ്. അതും ആ കൊലപാതകത്തിന്റെ രീതി എന്ന് പറയുന്നത് ക്രൂരമായിരുന്നു. ഈ ബാത്റൂമിന്റെ ശുചിമുറിയുടെ വെന്റിലേഷനിലൂടെയാണ് ഈ 3 ചെറിയ കുട്ടികളും അകത്ത് പ്രവേശിച്ചത്. അവരതിനുശേഷം ഈ ബാത്റൂം ഡോറ് തകർക്കാൻ ശ്രമിക്കുന്നു. അത് തകർക്കുന്ന ശബ്ദം കേട്ട് വന്ന ഈ ശിവൻകുട്ടിയെയാണ് അതായത് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുവിനെയാണ് ഇവര് മർദ്ദിച്ചത്. അത് കൊലപാതകത്തിന് മുമ്പ് ക്രൂരമായി മർദ്ദിച്ച് അബോധാവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചു എന്നുള്ളതാണ്. തലയ്ക്ക് ശക്തമായ അടിയേറ്റിട്ടുണ്ട്. ഈ തലക്കേറ്റ അടികളിൽ ആന്തരിക രക്തസ്രാവം തലച്ചോറിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖത്ത് പരിക്കുണ്ട്. താടിയലിനും മുകളിലേക്കാണ് ആഴത്തിലുള്ള പരിക്കുകൾ എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുള്ളത്. അബോധാവസ്ഥയിലേക്ക് വീണ ശേഷം വായിൽ ശ്വാസം മുട്ടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏറ്റ അടിയുടെയും ആഴത്തിലുള്ള പരിക്കുകളുടെയും അതോടൊപ്പം തന്നെ ശ്വാസം മുട്ടിക്കുക കൂടി ചെയ്തപ്പോൾ അത് കൊലപാതകത്തിലേക്ക് പോയി എന്നുള്ള കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതാണിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഈ ഒരു മൃതദേഹം കെട്ടിയിട്ടൊരു രീതി കൂടി പരിശോധിക്കണം. ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞത് കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു, കാല് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാല് കഴുത്തിലേക്ക് വലിച്ച് കെട്ടി ആ രീതിയിൽ ഒരു കൊഞ്ച് വളഞ്ഞു കിടക്കുന്നത് പോലെയാണ് മൃതദേഹം അതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികൾ ഇത്രമാത്രം ക്രൂരമായ രീതിയിലേക്ക് ഇത് ചെയ്ത് അവര് ഒരു വെപ്രാളവും ഇല്ലാതെ, അതായത് ഈ കൊലപാതകം നടത്തുന്ന സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ഈ അടുത്ത ബന്ധുവായ 13 വയസ്സുകാരി അത് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ
നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത്ര വലിയൊരു സംഭവമായി, ഇത് ഞെട്ടിക്കുന്ന സംഭവമായി കരുവാറ്റയിലെ കൊലപാതകം മാറുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്കൊക്കെ തന്നെയും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. മാത്രമല്ല കുടുംബ പശ്ചാത്തലത്തിൽ ചില ദാമ്പത്യ ബന്ധങ്ങളിലെ രക്ഷകർത്താക്കളുടെ തകർച്ചകളടക്കമുള്ള വിഷയങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 13 വയസ്സുകാരിയുടെ കാര്യത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങൾ, തർക്കങ്ങൾ മുത്തശ്ശനുമായി ഈ 6 മാസത്തിനിടയിൽ ഇവിടെ വന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള സൂചനകളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഈ 13കാരിയും ഒപ്പം തന്നെ മറ്റ് 2 സ്ത്രീകളുമാണ് അവരോടൊപ്പം താമസിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് ഈ ആൾക്കൊപ്പം ശിവൻകുട്ടി എന്ന വ്യക്തി കടന്നു വരികയും അതിനോട് തുടർന്ന് അടുത്ത ബന്ധുവായി അദ്ദേഹം എത്തുകയും അദ്ദേഹവുമായി ഈ വിഷയങ്ങളിനകത്ത്, അതായത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് ഇവർക്ക് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും സിന്തറ്റിക് ഡ്രഗ്സ് അടക്കമുള്ളവ ഉപയോഗിച്ച് ഉറ്റ ബന്ധുവായ ശിവൻകുട്ടി ഈ പെൺകുട്ടിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതോടൊപ്പം ഈ സൗഹൃദങ്ങളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു, അത് തടയുന്നു. അതിന്റെ പ്രതികാരം ഒരുപക്ഷെ കൊലപാതകത്തിന് പിന്നിലുണ്ടോ? ഈ രീതിയിൽ പണം തട്ടുക, ഫോണും ബൈക്കും വാങ്ങാൻ പണം തട്ടുക എന്നതിനേക്കാളപ്പുറം ഇത്തരം ഈ പെൺകുട്ടിയുടെ ഒരു വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് ഈ ബന്ധുവായ ശിവൻകുട്ടി അറിഞ്ഞത് അതും ഒരു പകയ്ക്ക് കാരണമായിട്ടുണ്ടോ, കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ച 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടതാണത്. ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം, അതോടൊപ്പം ഇവളുടെ ഈ 13കാരിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതായത് അമ്മയും അച്ഛനും തമ്മിലുള്ള ദാമ്പത്യ തർക്കം, ഇരുവരും തമ്മിൽ വിവാഹബന്ധം വേർപിരിയുന്നു. അങ്ങനെ ശിഥിലമായ ഒരു കുടുംബത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടി സ്വാഭാവികമായും ഈ രീതിയിൽ മാറിയില്ലെങ്കിൽ പോലും അതിശയപ്പെടാനില്ല. കാരണം അത് ഒരു സ്വാഭാവികമായ രീതിയിലായിരുന്നില്ല. അത്രയധികം പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ മാത്രമല്ല, വീട്ടിലെ കലഹമടക്കം നേരിട്ട് കണ്ടു വളർന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ ആരുടെയും കരുതൽ അവൾക്കുണ്ടായിരുന്നില്ല. ഒരു സ്നേഹം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അമ്മ വിദേശത്തായിരുന്നു. പിന്നീട് ഈ പറയുന്ന ബന്ധുക്കളുടെ ഇടയിൽ ഒറ്റപ്പെട്ട ജീവിതം, അങ്ങനെ ബാല്യകാലത്തെ ദുരനുഭവങ്ങളൊക്കെ ഈ പെൺകുട്ടിയെ ഈ രീതിയിലേക്ക് എത്തിച്ചുവെങ്കിൽ അവിടെ ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ മാത്രമല്ല, നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ ആ കുടുംബവും അതിന് ഉത്തരവാദികളാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.